പുതിയ അധ്യയന വർഷത്തിൽ ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് സുഗമവും സൌകര്യപ്രദവുമായ ബസ് യാത്ര ഉറപ്പാക്കുമെന്ന് ജില്ലാ കളക്ടർ വി.ആർ. വിനോദ്. വിദ്യാർത്ഥികളുടെ യാത്രാ സൌകര്യങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി ചേർന്ന ജില്ലാതല സ്റ്റുഡന്റ്സ് ട്രാവലിംഗ് ഫെസിലിറ്റി കമ്മിറ്റി യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു ജില്ലാ കളക്ടർ. യാത്രാ കൺസെഷന്റെ പേരിൽ വിദ്യാർത്ഥികൾക്ക് ബസ് ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള ഉപദ്രവവും ഉണ്ടാകരുത്. വിദ്യാർത്ഥികളുടെ യാത്രാവകാശം നിഷേധിക്കുന്ന ബസ്സുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. വിദ്യാർത്ഥികളോടുള്ള ബസ് ജീവനക്കാരുടെ സമീപനത്തിൽ മാറ്റം ആവശ്യമാണെന്ന് ജില്ലാ പോലീസ് മേധാവി എസ്. ശശിധരൻ യോഗത്തിൽ പറഞ്ഞു. ഡ്രൈവർമാർ മദ്യപിച്ചും മയക്കുമരുന്ന് ഉപയോഗിച്ചതിനു ശേഷവും ബസ് ഓടിക്കുന്നുണ്ടോ എന്ന കാര്യം കണ്ടെത്താൻ പരിശോധന നടത്തും. ബസ് ജീവനക്കാർക്കെതിരെ വിദ്യാർത്ഥികൾ നൽകുന്ന പരാതികൾ ഗൌരവമായി കാണുകയും അത്തരം പരാതികളിൽ അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ജില്ലയിൽ പാരലൽ സർവീസ് നടത്തുന്ന ഓട്ടോ, ടാക്സി വാഹനങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി യോഗത്തിൽ അറിയിച്ചു. ബസ് സ്റ്റാൻഡുകളിൽ കാത്തുനിൽക്കുന്ന വിദ്യാർത്ഥികളെ ബസ് പുറപ്പെട്ടതിനു ശേഷം കയറ്റുക, ക്യൂ നിർത്തുക തുടങ്ങിയ കാര്യങ്ങൾ അനുവദനീയമല്ലെന്ന് ആർടിഒ CVM ഷെരീഫ് യോഗത്തിൽ അറിയിച്ചു. വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറുന്ന ജീവനക്കാരുടെ പേരിൽ പരാതി കിട്ടിയാൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും. സ്വകാര്യ പാരലൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് യാത്രാ ഇളവിനായുള്ള പാസുകൾ അനുവദിക്കുന്നതിന് അതത് താലൂക്കിലെ ജോയിന്റ് ആർടിഒ, ബസ്സുടമകൾ, സംഘടനാ ഭാരവാഹികൾ, വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ, കോളേജ് പ്രതിനിധികൾ എന്നിവരുൾപ്പെടുന്ന കമ്മിറ്റി എല്ലാ ബുധനാഴ്ചയും യോഗം ചേരും. അംഗീകാരമുള്ള കോഴ്സുകൾക്കും സ്ഥാപനങ്ങൾക്കും യാത്രാ പാസ് അനുവദിക്കും. ഞായറടക്കമുള്ള അവധി ദിവസങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അന്നും കൺസെഷന് അർഹതയുണ്ട്. എന്നാൽ ട്യൂഷൻ സെന്ററുകളിലേക്കുള്ള യാത്രയ്ക്ക് കൺസെഷൻ പാസ് അനുവദിക്കില്ലെന്ന് ആർടിഒ അറിയിച്ചു. ഈസ്റ്റ് ലൈവ്, മലപ്പുറം.